ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ഭയന്ന്, യഹൂദന്മാരെ ഭയന്ന് കതകടച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അങ്ങ് ഇറങ്ങി വന്നു. കർത്താവേ, ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ, ഒത്തിരി ഭയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ ഓർത്ത് ഭയമാണ്. എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? ചിലർക്ക് രോഗം, അതൊരു ഭയമാണ്. ചിലർക്ക് സാമ്പത്തികം, ഒരു ഭയമാണ്. എങ്ങനെ എൻ്റെ മക്കളുടെ പഠനം, ഞാൻ എങ്ങനെ അവരെ കല്യാണം കഴിപ്പിച്ചു വിടും? എൻ്റെ കർത്താവേ, ഒരുപാട് ഭയത്തിന് അടിമകളാണ് ഞങ്ങൾ ഓരോരുത്തരും. കർത്താവേ, അങ്ങ് ഇന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടി എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു വരണമേ. യേശുവേ, എനിക്കൊരു ബോധ്യമുണ്ട്, എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അങ്ങ് എൻ്റെ കൂടെയില്ലെങ്കിൽ ഞാനൊരു വട്ടപൂജ്യമാണ്. ദൈവമേ, ഇന്നെൻ്റെ കൂടെ വരണമേ. ഈ മണിക്കൂറിൽ കർത്താവേ, ഞാൻ പഠിച്ച കാര്യങ്ങളോ ഞാൻ എഴുതി വെച്ച കാര്യങ്ങളോ എൻ്റെ ബുദ്ധിയോ ഒരിക്കലും സംസാരിക്കരുതേ. ഈ മക്കൾക്ക് ആവശ്യമുള്ളത്, എനിക്ക് ആവശ്യമുള്ളത് അടിയന് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, പൂർണ്ണമായിട്ടും അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ആ കുഷ്ഠരോഗി സാഷ്ടാംഗം വീണ് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഈ നിമിഷം ഈ മക്കളിലേക്ക് ഇറങ്ങി വരണമേ. കർത്താവേ, ഈ മാധ്യമത്തിലൂടെ ആരെല്ലാം ഇത് എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നുണ്ടോ അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വന്ന് നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോയൽ പ്രവചനം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വചനം, അവസാന നാളുകളിൽ ഞാൻ എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും. ദൈവമേ, ആ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങളിപ്പോൾ ആശ്രയം വെക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ വർഷിച്ച് കൃപയും നിറവുമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എളിമയുള്ള പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തായിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു നിറയാൻ തക്ക വിധത്തിൽ ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഒരു ബലിയർപ്പണം നടത്തി നമ്മൾ സ്വന്തം ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ആത്മീക ഉണർവ് നമുക്ക് കിട്ടാത്തത്? നമുക്ക് എന്തുകൊണ്ടാണ് സത്യത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ, ദൈവികമായ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാത്തത്? വേറൊന്നുമല്ല, നിങ്ങളുടെ പള്ളിയിലിരിക്കുന്ന അച്ഛൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുഴപ്പമല്ല, നിങ്ങളുടെ മക്കളുടെ കുഴപ്പമല്ല, എൻ്റെ തന്നെ കുഴപ്പമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവിക അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒത്തിരി ജനങ്ങൾ ഇങ്ങനെ ചുറ്റും നിന്നുകൊണ്ടിരുന്നു. അവനൊരു ഗ്രാമത്തിലൂടെ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ എന്തു ചെയ്യും? ഈ യേശുവിൻ്റെ അടുക്കിലേക്ക്, അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ, അവനെ ഒന്ന് തൊടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു യേശു ക്രിസ്തു ഒരു ഗ്രാമത്തിലൂടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമീപ പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും അനേക ദൈവമക്കൾ യേശുവിനെ ഒന്ന് കാണാനും യേശുവിനെ ഒന്ന് തൊടാൻ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അനേകർ യേശുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ യേശു പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയി. അനേകർ യേശുവിനെ തൊട്ടു, ഈ സ്ത്രീയും തൊട്ടു. പക്ഷേ ഈ സ്ത്രീ തൊട്ടത് മാത്രം യേശു അറിഞ്ഞു. ഒത്തിരി ആൾക്കാർ യേശുവിനെ തൊട്ട്, അവർ തൊട്ടപ്പോഴൊന്നും യേശു അറിഞ്ഞില്ല. പക്ഷേ ഈ സ്ത്രീ തൊട്ടത് യേശു അറിഞ്ഞു. ചുറ്റും നിന്നവരോട്, ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ ആരോ സ്പർശിച്ചു, എന്നെ ആരോ സ്പർശിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? ഇവിടെ ഒത്തിരി പേരുണ്ട്, നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും നിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവവചനം കേൾക്കാൻ വേണ്ടി അനേക ആയിരക്കണക്കിന് ആളുകൾ നിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇവരെല്ലാം നിന്നെ തൊട്ടുകൊണ്ടായിരിക്കുന്നേ. അപ്പോൾ യേശു ഒന്നുകൂടെ പറയുകയാണ്, അല്ല, എന്നെ ആരോ തൊട്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഓർക്കണം, ആ സ്ത്രീ തൊട്ടത് യേശു എങ്ങനെ അറിഞ്ഞേ? അവളുടെ ഉള്ളിൽ ഇങ്ങനൊരു വിചാരമുണ്ടായിരുന്നു. എന്താണ്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള ബോധ്യവും വിശ്വാസവും ആർക്കുണ്ടായിരുന്നു? ഈ സ്ത്രീക്കുണ്ടായിരുന്നു.
ഇത്രയും ആളുകൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ മനോഭാവം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ദൈവിക അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവമേ, ഇന്ന് എന്നെ തൊട്ട് എന്നെ അനുഗ്രഹിച്ച് വിടണമെന്ന ആഗ്രഹത്തോടെ ഒരാൾ തമ്പുരാൻ്റെ മുമ്പിൽ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനെ തമ്പുരാൻ തൊട്ടിരിക്കും. അപ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ള മക്കളെ, ഇന്ന് അല്പനേരത്തേക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1-2 വചനം. വെളിപാട് 3:1-2 സാർദീസിലെ സഭയുടെ ദൂതനെഴുതുക. ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമായുള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ഒന്ന് ശ്രദ്ധിച്ചോ, നിന്റെ ചെയ്തികൾ. സാർദീസിലെ സഭയ്ക്ക് എഴുതുക, സഭയോട് ഇങ്ങനെ പറയുകയാണ്, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. പിന്നെ ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്. കണ്ടോ, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് നീ പറയുന്നത്. പിന്നെ പക്ഷേ നീ മൃതനാണ്. പക്ഷെ നീ ആരെ പോലെയാണ്? മരിച്ച ആളെ. നീ മൃതനാണ്. ഉണരുക, ഉണരുക. നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. നിന്നിൽ ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിന് നീ എന്ത് ചെയ്യണം? ഉത്തേജിപ്പിക്കണം. പിന്നെ എന്നാൽ എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. കണ്ടോ, അതുകൊണ്ട് നീ കേട്ടതിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കി അനുദപിച്ച് എന്ത് ചെയ്യണം? നീ യേശുവിനെ, കർത്താവിനെ സ്വീകരിക്കുക. മതി. വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1-2 വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സാർദീസിലെ സഭയ്ക്ക് എഴുതിയ ഒരു ദൂതാണ് ഇത്. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ വചനം ആഴത്തിലൊന്ന് പഠിക്കുന്നതും വായിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അവിടെ ഇങ്ങനെ പറയുകയാണ്, ഇതാ നീ ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് നീ പറയുന്നത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ എന്താണ്? നീ മൃതനാണ്. നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ ചോദിക്കണം, എന്താണ് എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയാ? യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ ജനം എന്നെക്കുറിച്ച് ആരെന്നാണ് പറയുന്നത്? അപ്പോൾ ചിലർ പറഞ്ഞു, ഇതാ സ്നാപക യോഹന്നാൻ വീണ്ടും വന്നിരിക്കുന്നു. ചിലർ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. പത്രോസ് എന്നാ പറഞ്ഞേ? നീ ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ ആകുന്നു. അപ്പോൾ യേശു പോലും ശിഷ്യന്മാരോട് ചോദിച്ചു, എന്താണ് എന്നെക്കുറിച്ച് ജനങ്ങൾ പറയുന്നത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളിയോടൊക്കെ വല്ലപ്പോഴും ഒക്കെ ചോദിക്കണം, എടി എന്നെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾ ചോദിക്കണം, മനുഷ്യ എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ച് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ നടത്തുന്ന പള്ളിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, സത്യത്തിൽ ഈ പ്രസംഗമൊക്കെ നിങ്ങൾക്ക് വേദനിക്കാറുണ്ടോ? അല്ല എൻ്റെ ഈ ശൈലിയൊക്കെ മാറ്റണോ? ഞാൻ ആ കുർബാനയൊക്കെ ചൊല്ലുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ എന്ന് ഞാൻ പറയും. അപ്പോൾ ചിലവരൊക്കെ വന്നിട്ട് പറയും, അച്ഛാ ഇന്നതങ്ങ് മാറ്റുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ അത്രയും പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അത്രയും കുറച്ചും കൂടെ ഒക്കെ താന്നു വരുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ അവർ പറയുമ്പോൾ ഞാനത് ഉൾക്കൊള്ളും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മളിൽ ഓരോരുത്തരും ഞാനെന്നുള്ള വലിയ ഭാവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എളിമപ്പെടാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവിക അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ദൈവം എത്രമാത്രം ഉയർത്തിയിട്ടുണ്ടോ അത്രമാത്രം വിനയപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബാറാസീറയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുന്നത്, നിന്നെ ദൈവം എത്രമാത്രം ഉന്നതങ്ങളിൽ എത്തിച്ചിട്ടുണ്ടോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു വിലയിരുത്തൽ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ കൃപയുള്ളവരായി മാറി നമ്മളിൽ ആസന്ന മരണമായി കിടക്കുന്ന ആത്മാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉത്തേജിപ്പിക്കാനായിട്ട് പറ്റണം. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് പാപം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ? സത്യത്തിൽ നമ്മൾ ഓർക്കണം, മാമോദീസ ഏക്കുന്ന ഒരു കുഞ്ഞിന് ലഭിക്കുന്ന
ഒന്നാമത്തെ അഭിഷേകം എന്നാണെന്നറിയാവോ? പരിശുദ്ധാത്മാവ്. എന്താണ്? പരിശുദ്ധാത്മാവ്. ഇനി ഇപ്പോൾ ആ ആത്മാവുണ്ടോ? സത്യത്തിൽ നമ്മുടെ പ്രവൃത്തികളാണ് ഞാൻ ഏത് ആത്മാവിനുള്ളവനാണ്, ദൈവത്തിൻ്റെ ആത്മാവിനുള്ളവനാണോ ലോകത്തിൻ്റെ ആത്മാവുള്ള വ്യക്തിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. സത്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടമാവും. എങ്ങനെയാണെന്ന്? പാപം ചെയ്യുന്നൊരു വ്യക്തി കുമ്പസാരിക്കാതിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്ത് നഷ്ടമാവും? അവൻ്റെ ഉള്ളിലെ ആത്മാവ് നഷ്ടമാകും. അതുകൊണ്ടാണ് ദാവീദ് എന്ത് ചെയ്തത്? പാപം ചെയ്തപ്പോൾ 51-ാം മസ്മുറയിൽ ഹൃദയവേദനയോടെ അവൻ എഴുതി, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ സ്ഥിരപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു ക്രൈസ്തവനെ പോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരിടത്തും പോകരുത്, നിങ്ങൾ സുവിശേഷം പറയാൻ പോകണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ ശക്തി പ്രാപിക്കുക, നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് പുറത്തോട്ടിറങ്ങുക. അങ്ങനെ പ്രിയമുള്ളവരെ, അവർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. അവർ സെഹിയോൻ മാളിയിൽ പരിശുദ്ധ അമ്മയോടും മറ്റ് അപ്പോസ്തലന്മാരും മറ്റു സ്ത്രീകളോടും കൂടെ അവരിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചേ? ദൈവത്തിൻ്റെ ആത്മാവ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അവരുടെ മാളികയിൽ വന്നു നിറഞ്ഞു. ഓരോ മക്കളുടെ മേലും എന്ത് വന്നു നിറഞ്ഞു? ആത്മാവ് വന്നു നിറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. സത്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ പാപം ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല, പാപം ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ശ്രദ്ധിച്ച് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു, ഗ്രീക്കുകാരുണ്ടായിരുന്നു, ഫ്രഞ്ച് ഉണ്ടായിരുന്നു, സകല ഭാഷയും സംസാരിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവർ സംസാരിക്കുന്ന ഭാഷയിൽ കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലായി. ഒരൊറ്റ പ്രസംഗത്തിൽ 3000-ഓളം ആളുകൾ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടിട്ട് എന്ത് ചെയ്ത്? ക്രൈസ്തവ സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെട്ടെങ്കിൽ നമ്മൾ ഓർക്കണം, അവർ ഹൃദയവേദനയോടെ പത്രോസിനോടും അപ്പോസ്തലന്മാരോടും ചോദിച്ചു, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? അവർ ചോദിച്ചതാ, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? ഉടനെ അപ്പോസ്തലന്മാർ എന്നാ പറഞ്ഞേ? നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, ഇതുപോലൊരു മനോഭാവം നമുക്കുണ്ടാകണം. സത്യത്തിൽ ചുങ്കക്കാരനായ സക്കായിയെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ അത് വായിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ, അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട് കൂദാശ ചെയ്യുമ്പോൾ വായിക്കുന്ന സുവിശേഷമാണിത്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം. സത്യത്തിൽ ഇവനെക്കുറിച്ച് പറയുന്നത് എന്നാണെന്നറിയാവോ? അവൻ അതിസമ്പന്നനായിരുന്നു. രണ്ടാമത് അവൻ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു. ചുങ്കക്കാരൻ മാത്രമല്ല, ചുങ്കക്കാരുടെ ഗണത്തിൽ അവൻ ആരായിരുന്നു? പ്രധാനിയായിരുന്നു. അവൻ്റെ കീഴെ അവൻ പറയുന്നത് കേട്ട് ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം സുഖലോലുപതി ജീവിച്ച മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ ഇടപെടൽ കാരണം, യേശുവിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ അവൻ പിറ്റേ ദിവസം യേശുവിനോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്നാ ചെയ്യണം? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്നാ ചെയ്യണം? അവൻ പറയുകയാണ്, എൻ്റെ സ്വത്ത് ഞാൻ പകുതി കൊടുക്കുന്നു, വഞ്ചിച്ചെടുത്തതിന് 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ദൈവം പറഞ്ഞു, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ? നമുക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുവോ? സെമിനാരിയിൽ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഈ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ അവിടെ നല്ല വലിയ വീടുകളുണ്ട്, റോഡ് സൈഡിലൊക്കെ 2 നില വലിയ വീടുകളുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്നറിയാം, അച്ഛനാകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഒരു 2 നില വലിയ വീട് വെക്കണം. ഞാൻ കണ്ട അച്ഛന്മാർക്കൊക്കെ എന്നാ ഉണ്ട്, വലിയ 2 നിലയുടെ വീടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നറിയാവോ? സുന്ദരിയായ ഒരു ഭാര്യയെ കെട്ടണം. സുന്ദരിയായ ഒരു ഭാര്യയെ കെട്ടണം. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് സത്യത്തിൽ ഞാൻ സെമിനാരിൽ പോയപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അച്ഛനായ ശേഷം പാവപ്പെട്ട ആൾക്കാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് സമ്പത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ രക്ഷപ്പെടത്തില്ല. നമുക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടത്തില്ല. ഇനി മക്കളെല്ലാം വിദേശത്താണെന്ന് നമ്മൾ എന്ത് ചെയ്തില്ല, രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ ആര് വരണം? യേശുക്രിസ്തു വരണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരണം. വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ കൃപയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, കറുത്തവുപ്പായുണ്ട്, തൊപ്പിയുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, കൊള്ളാം, സ്വർഗത്തിൽ പോകും. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ എന്താണ്, വളരെ തീക്ഷ്ണതയോടുകൂടെ
എന്ത് ചെയ്യുന്നുണ്ട്? ഞായറാഴ്ച ദിവസം വേറെ ഒരു പരിപാടിക്കും പോകാതെ എന്ത് ചെയ്യുന്നുണ്ട്? കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് ഈ ചൂടത്ത് വന്ന് എവിടെ ഇരിക്കുകയാണ്? ദൈവവചനത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എൻ്റെ മനസ്സ് ഉറപ്പായിട്ട് ചിന്ത വരും, എവിടെ പോകും? ആ സ്വർഗത്തിൽ പോകും. പക്ഷേ സത്യത്തിൽ ഞാൻ നോക്കുന്നതോ നിങ്ങൾ എന്നെ നോക്കുന്നതല്ല, ദൈവം നമ്മളെ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം, ഇവിടെയാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്. ഇവിടെയാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്. ജീവിത പങ്കാളിയെ കബളിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും, പുരോഹിതന്മാരെ കബളിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ ദൈവത്തെ കബളിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല മക്കളെ. ഇത് സത്യമാണ്. ഇരുണ്ട മറയ്ക്കുള്ളിൽ ആരും എന്നെ കാണുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഞാൻ പല തെറ്റായ ബന്ധങ്ങൾ കൊണ്ടു നടക്കുമ്പോഴും, ഭാര്യയും ഭർത്താവും മക്കളും അറിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പല പ്രവൃത്തികൾ ചെയ്യുമ്പോഴും, ഇടവക ജനം അറിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനായ ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ഒരു ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? അതുകൊണ്ട് ദൈവം എന്നെ എങ്ങനെയാണോ വിലയിരുത്തുന്നത്, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്കൊരു ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു അപകടം പറ്റി. അവൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ. അവൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട്, അവളുടെ നിലവിളി കേട്ടുകൊണ്ട് ദൈവം താഴോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവളെ കുറ്റം വിധിക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ അവൾക്ക് ചുറ്റും കൂടിയിരിക്കുക. ഇവളെ കുറ്റം വിധിക്കാൻ വേണ്ടി ആളുകൾ ചുറ്റും കൂടിയപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നിർമ്മലമായ ഒരു ആത്മാവുള്ള ഒരൊറ്റ വ്യക്തിയെ ദൈവം കണ്ടുള്ളൂ. അതാരായിരുന്നു? ദാനിയേൽ എന്ന ചെറുപ്പക്കാരൻ്റെ ആത്മാവ് എങ്ങനെയുള്ളതായിരുന്നു? നിർമ്മലമായിരുന്നു. ഈ സംഭവിച്ചത് എന്നാ? ഈ നിർമ്മലമായ ആത്മാവുള്ള ദാനിയേലിനെ ദൈവം എന്ത് ചെയ്തു? ഉണർത്തി. അവൻ്റെ ആത്മാവിനെ ഉണർത്തി. അവൾ ചെയ്തിട്ടില്ലാത്ത പാപത്തിൽ നിന്ന്, കുറ്റത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? അവളെ ഈ ദാനിയേൽ എന്ന ചെറുപ്പക്കാരനിലൂടെ ദൈവം എന്ത് ചെയ്തു? രക്ഷിച്ച് എടുത്തു മാറ്റി. സത്യത്തിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ആത്മാവ് നിർമ്മലമാണെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെ രക്ഷിക്കാൻ എനിക്ക് പറ്റും. ഇത് സത്യമാണ്. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ആൻറ്റി വളരെ സങ്കടത്തോടുകൂടെ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അച്ഛാ സത്യത്തിൽ ജീവിതം മടുത്തച്ഛ. ഞാൻ ചോദിച്ചാൽ എന്നാ പറ്റിയേ? അച്ഛൻ, ഞാൻ 12-ാമത്തെ വയസ്സിൽ തേയിലത്തോട്ടത്തിൽ പണിക്കിറങ്ങിയതാണ്. ഇപ്പം 46 വയസ്സുണ്ട് അച്ഛാ. ഇതുവരെയും എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. 2 പെൺമക്കളാണ് ഉള്ളത്. എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ തോറ്റച്ച. 18-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്ന് 4 മാസം കൊണ്ട് എനിക്ക് കിട്ടിയ പണവും എൻ്റെ സ്വർണവും എല്ലാം കൊണ്ട് എന്ത് ചെയ്തു? ഈ മനുഷ്യൻ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? വിറ്റ് നശിപ്പിച്ച് കള്ളടിച്ചു. എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ്, ഇപ്പോൾ ഈ മനുഷ്യൻ്റെ ഭയങ്കര മദ്യപാനം കാരണം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാനും എൻ്റെ 2 മക്കളും പേടിച്ചിട്ടാണ് വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഞാനിവരോട് പറഞ്ഞു, ഇതിൽ പല ഭർത്താക്കന്മാരും മദ്യപാനം ഉണ്ട് ആൻറ്റിയുടെ കുടുംബത്തിൽ മാത്രമല്ല, ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഉടനെ ഇവർ പറഞ്ഞു, അച്ഛാ അതല്ല, അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ കട്ടി കൂടിയതാണ് എനിക്ക്. അപ്പോൾ ചോദിച്ചാൽ എന്നാ പറ്റിയേ? എൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ട് വന്നാൽ പിന്നെ തുണി ഉടുക്കത്തില്ല അച്ഛാ. തുണി ഉടുക്കത്തില്ല, പിന്നെ ആദമായിട്ട് മാറും. ചില സാധനങ്ങളൊക്കെ നമുക്ക് കുടിച്ചാൽ പിന്നെ ആദമായിട്ട് മാറും, നാണമില്ല. അപ്പോൾ ഈ 2 പെൺമക്കളുടെ മുമ്പിൽ ഞാൻ സത്യത്തിൽ ഒത്തിരി എനിക്ക് സത്യത്തിൽ പണിയാൻ ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. കാരണം ഇയാളെ ഏൽപ്പിച്ചിട്ട്, എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഉള്ളിലൊരു പേടി. അപ്പം ഞാനിവരോട് പറഞ്ഞു, സാരമില്ല ആൻറ്റി, ഇപ്പം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അവിശ്വാസിയായ ഭർത്താവിനെയാണ് ദൈവം നിനക്ക് നൽകിയതെങ്കിൽ നിൻ്റെ വിശ്വാസം കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? ഇവൻ ആരായി തീരണം? വിശ്വാസിയായിട്ട് തീരണം. ഞാൻ ഇവരോട് പറഞ്ഞു, ഇനി കുടിച്ചിട്ട് വരുമ്പോൾ ആൻറ്റി ഒരു അക്ഷരം പോലും മിണ്ടരുത്, ഒന്നും മിണ്ടരുത്. ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചോണം. പ്രിയമുള്ളവരെ, ഇവരിത് അതുപോലെ സ്വീകരിച്ചു. ഞാൻ ഇവരോട് എന്ത് പറഞ്ഞോ അതുപോലെ ഇവർ സ്വീകരിച്ചു കഴിഞ്ഞ സംഭവിച്ചതെന്നറിയാവോ? കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസത്തിൽ ഈ മനുഷ്യൻ എന്നോട് വന്ന് ഇങ്ങോട്ട് പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, എനിക്കൊരു ധ്യാനം കൂടിയിട്ട് എന്ത് ചെയ്യണം? എനിക്കൊന്ന് മാനസാന്തരപ്പെട്ടാൽ എനിക്ക് അങ്ങനെ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് മാനസാന്തരപ്പെട്ട് നല്ല വിശുദ്ധനായിട്ട് ജീവിക്കണമെന്ന് ഇയാൾ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മഹത്വം ഒന്നുമല്ല. ഈ കൂടെയുള്ള ഈ സ്ത്രീ
ദൈവത്തെ അറിഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അയാളോട് ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ആത്മാവിനെ നേടിയെടുക്കാൻ പറ്റി. സത്യത്തിൽ നമ്മുടെ ആത്മാവ് നിഷ്കളങ്കമല്ലാത്തത് കൊണ്ടാണ് കൂടെയുള്ളവരെ നേടാൻ നമ്മളെ കൊണ്ട് പറ്റാത്തത്. നമ്മൾ മറ്റുള്ളവരെ പഴിക്കുക, ദൈവമേ ഈ മുതുകാലൻ എൻ്റെ തലേ വന്നപ്പോൾ മുതലാണ് എനിക്കിങ്ങനെ ഗതി വന്നത്. ചിലവർ പറയാനുണ്ട്, ഇത് എത്ര ആലോചന വന്നാൽ വെച്ചാൽ ഈ സ്ത്രീ എൻ്റെ കഴുത്തിൽ ഇവളെൻ്റെ കൂടെ വന്നതോടുകൂടിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തീർന്നത്. അങ്ങനെയല്ല. നമ്മുടെ ആത്മാവ് ശക്തമാണെങ്കിൽ, സന്നദ്ധമാണെങ്കിൽ, എത്ര വലിയ പാപത്തിൽ ജീവിക്കുന്നവരെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ആത്മാവ് മാറ്റപ്പെടണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധരായിട്ട് മാറണം. നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവ് കൃപയുള്ളതായിട്ട് മാറണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആത്മാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ നിന്നുകൊണ്ട്, അടുത്ത് നിന്നുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്ക് ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? ഇതുപോലെ മൈക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസംഗിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഈ കേരളത്തിൻ്റെ സ്ഥിതി എന്ത് ചെയ്യും? മാറ്റപ്പെടും. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? കൂടുതൽ തീഷ്ണതയോടുകൂടെ ദൈവത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ആത്മാവ്, ഒരു വ്യക്തി ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒറ്റ വ്യക്തിയെ ദൈവം എടുത്തുയർത്തും. മക്കളെ, ദൈവം എടുത്തുയർത്തും, ശക്തമായിട്ട് ദൈവം എടുത്തുയർത്തും. അവനെന്ത് ചെയ്യണമെന്നറിയാവോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് സ്വയം വിലയിരുത്തി നോക്കിയിട്ട് എന്ത് ചെയ്യണം? തിരുത്തപ്പെടേണ്ട മേഖലകളിലെല്ലാം നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മറ്റുള്ളവൻ നമ്മളെ നോക്കുമ്പോൾ, വലിയ പുരോഹിതൻ, ജീവിത പങ്കാളി, അയൽവാസി നമ്മളെ നോക്കുമ്പോൾ നമ്മൾ നല്ല വിശുദ്ധ ജീവിതമായിരിക്കും നയിക്കുന്നത്, എല്ലാം കൊണ്ടും തികഞ്ഞവരായിരിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് അവന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഒരാളെ പോലും വിലയിരുത്തരുത്. അവൻ്റെ കുറവുകളെ കണ്ടോ, അവൻ്റെ പോരായ്മകളെ കണ്ടോ നമ്മൾ ആരോടും വിലയിരുത്തുകയോ അവനെതിരെ പിറുപിറുക്കുകയോ അവൻ്റെ കുറ്റം വേറൊരാളോട് പറയുകയോ ചെയ്യരുത്. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനൊരു വചനം പറയുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയവും മറ്റു സ്ത്രീകളോടും ഒപ്പം ഇരുന്ന് അവർ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവരിലേക്ക് എന്തു വന്നു? ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു. പരിശുദ്ധാത്മാവ് കടന്നു വന്ന അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മാനസാന്തരപ്പെടാത്ത സകലരും എന്ത് ചെയ്തു? ഒറ്റ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? മാനസാന്തരം ഉണ്ടായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അനുഗ്രഹം വന്നിരിക്കും, സ്വർഗം തുറക്കപ്പെടും. നിങ്ങൾക്കറിയാവോ ദൈവത്തിൻ്റെ ആത്മാവ് വന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ഓർക്കണം, പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ നമ്മൾ പഠിക്കുമ്പോൾ ചുമ്മാതിരുന്നവരിലല്ല ദൈവത്തിൻ്റെ ആത്മാവ് വന്നത്, പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നവരിലാണ്. അപ്പോസ്തലന്മാർ അമ്മയോടും വിശുദ്ധരോടും ചേർന്ന് നിന്നപ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. പ്രാർത്ഥിക്കണം. ഈ മണിക്കൂറിൽ, ഈ ദിവസങ്ങളിൽ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. പെന്തിക്കോസ്തയിലേക്ക് നമ്മൾ ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പള്ളികളിലൊക്കെ എന്ത് ചെയ്യണം? ശക്തമായ പ്രാർത്ഥനകൾ ഉയരണം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിരിക്കും, സ്വർഗം തുറക്കപ്പെടും. പ്രിയമുള്ളവരെ, സ്വർഗം തുറക്കപ്പെടും. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ സെമിനാരിയിൽ ഇങ്ങനെ പഠിച്ച സമയത്ത് 3-ാം വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വയനാട്ടിൽ നിന്ന് ഒരു ചെമ്മാശം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ചാപ്പലിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച സമയത്ത് സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട സമയമായി. 5000 രൂപ അടയ്ക്കണം. അപ്പോൾ ഈ ചെമ്മാശം വന്നത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മണി അടിച്ചു. അപ്പോൾ അവിടെ എല്ലാം മണിയാണ്. പ്രാർത്ഥിക്കാൻ മണിയടിക്കും, അത് ഓരോന്ന് കണക്കുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള മണിയടിക്കും, അങ്ങനെ സ്കൂളിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു മണിയടിക്കും. അങ്ങനെ മണിയുടെ പുറത്താണ് നമ്മൾ ജീവിതം. അവിടെ സമയം നോക്കേണ്ട ആവശ്യമില്ല. മണി അടിക്കുന്നത് കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള മണി അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഭക്ഷണം കഴിക്കാൻ പോകണ്ട. അപ്പോൾ ഞങ്ങൾ എന്നായെന്ന് അറിയാവോ? ഞാനും അയാളും കൂടെ മുട്ടുമേൽ നിന്നിട്ട് ആ മുറിക്കുള്ളിലിരുന്ന് പ്രാർത്ഥിച്ച്
കുറേ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവെ സെമിനാറിൽ ഞങ്ങൾക്ക് സെമസ്റ്റർ ഫീസ് അടയ്ക്കാനായിട്ട് ചെമ്മാസിന് പൈസ ഇല്ല, 5000 രൂപ ഞങ്ങൾക്ക് എവിടുന്നെങ്കിലും നീ തരണമേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചാപ്പലിൻ്റെ അവിടെ പോയി നിന്നപ്പോൾ, അവിടെ ഒരു ചെറിയ സെമിനാരി ചാപ്പലുണ്ട്. ആ ചാപ്പലിൻ്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അച്ഛൻ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ സെമിനാരിയിലെ ഒരു അച്ഛൻ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അച്ഛൻ ആ ചാപ്പലിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കാൻ പോയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയില്ല, വേണ്ടെന്നു. ഉടനെ ഈ അച്ഛൻ എൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, എനിക്കൊരു 5000 രൂപ ഏതെങ്കിലും ഒരു സെമിനാരി വിദ്യാർത്ഥിക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരാൾ തന്നിട്ടുണ്ട്, എനിക്ക് തോന്നി നിനക്ക് തരാനാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ കൂടെയുള്ള ചെമ്മാശന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ 5000 രൂപ എടുത്ത് കൊടുത്തു. നിങ്ങൾക്കിത് വിശ്വാസം വരത്തില്ലായിരിക്കും, എനിക്കറിയാം. നിങ്ങളുടെ മുഖം ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇയാൾ എന്തോ ഇങ്ങനെയൊക്കെ പറയാവോ എന്നുള്ള ഭാവത്തിലാണ് ചിലവരൊക്കെ എന്നെ നോക്കുന്നത്. എനിക്കറിയാം വിശ്വസിക്കത്തില്ലെന്ന്. പ്രിയമുള്ളവരെ, ഈ 5 രൂപ കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു താങ്ക്സ് ലെറ്റർ എഴുതണം. ജോസഫ് എന്ന് പറഞ്ഞൊരാളാണ് തന്നത്, ഞാനിപ്പോഴും അയാളുടെ പേര് ഓർക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കൂടെയുള്ള ചെമ്മാശൻ ഒരു താങ്ക്സ് ലെറ്ററൊക്കെ എഴുതി. വയനാട്ടിൽ നിന്ന് ഒരു ആൾ തന്നെയാണ് ഈ ജോസഫ്, അങ്ങോട്ട് ലെറ്റർ അയച്ചു വിട്ടു. ഇത് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം, സത്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇനി പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഇത് കിട്ടുമ്പോഴും ഇത് കിട്ടിയിരിക്കും, ഇത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഈ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതിൻ്റെ കാരണം എന്നാ? നമുക്ക് എന്ത് വേണം? ദൈവിക അനുഗ്രഹങ്ങൾ വേണം. നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യണം? ആത്മീക ജീവിതത്തിൽ ഉയരാൻ പറ്റണം, അഭിഷേകമുള്ളവരായിട്ട് മാറാൻ പറ്റണം.